ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ ഈ ഗ്രൂപ്പ് ഫോളോ ചെയ്യുക, ഞങ്ങളെയും ഫോളോ ചെയ്യുക. അടുത്തത് ആശിഷ് ബ്രദറാണ്. ആശിഷ് ബ്രദർ, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓടിവിള. ഞാൻ ആക്ച്വലി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ഈ കോലായിലൊക്കെ ഞാൻ അധികം കയറി ഇരിക്കാറില്ല. കാരണം ഒന്നാമത് ഇവർ ഈ പറയുന്ന കാര്യങ്ങള് ഓഫ് കോഴ്സ് അവരൊരു വലിയ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫേസ് അവർ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എനിക്ക് അവിടെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം അതൊരു ന്യൂട്രൽ സ്പേസ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇൻഡിവിജ്വൽസിനെ അല്ല പറയുന്നത്, ഓവറോൾ ആ ഗ്രൂപ്പിന്റെ ഒരു ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കയറിയ സമയങ്ങളിൽ അത് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. എക്സ് മുസ്ലിംസ് എന്ന് പറയും, പക്ഷേ ക്രിസ്ത്യൻ ഐഡിയാസ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെതിരെ വളരെ ആന്റി ക്രിസ്ത്യൻ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ആന്റി ഡെമോക്രാറ്റിക് ആയിട്ട് പെരുമാറും. ഒരു റിലീജിയൻ മോശമായ, അല്ലെങ്കിൽ ഒരു റിലീജിയനകത്ത് മോശമായ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് ആ ഒരു കണ്ണുകൊണ്ട് നമ്മൾ മറ്റൊരു റിലീജിയനെ നോക്കരുത്. റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചുമല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുസ്ലിംസിനെ കുറിച്ചും അല്ല സംസാരിക്കുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ ഫിലോസഫി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐഡിയയിൽ വിമർശിക്കുക. ഈ കാര്യങ്ങൾ വിമർശിക്കുന്ന ചിലപ്പോൾ മുസ്ലിങ്ങളും കാണുമായിരിക്കും. പിന്നെ ആഷിർ ആദ്യം പറഞ്ഞ പോലെ ഈ ഇസ്ലാമിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ് കാര്യം, ഫോർ എക്സാമ്പിൾ നബീൽ ഖുറേഷിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നബീൽ ഖുറേഷിയുടെ ബുക്ക് സീക്കിംഗ് അല്ലാ ഫൈൻഡിങ് ജീസസ്, അത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ബുക്കാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജ് പുള്ളിയുടെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അഹമ്മദിയ കമ്മ്യൂണിറ്റി, അദ്ദേഹം പഠിച്ചു വന്ന ഇസ്ലാം വേറെയാ. പക്ഷെ പുള്ളി വളർന്നു വന്ന് പിന്നെ ഡേവിഡ് വുഡുമായിട്ടുള്ള പുള്ളിയുടെ കൺവെർസേഷനിൽ പുള്ളിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനല്ല, ഇതിനടി വേറെ ഒത്തിരി സംഭവങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെയാണ് പുള്ളിക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായി പുള്ളി ആ ഒരു റിലീജിയൻ വിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത്. സോ ദർ ആർ മുസ്ലിംസ്, വി ആർ നോട്ട് ക്രിട്ടിസൈസിങ് പേഴ്സൺസ് ഓർ ഇൻഡിവിജ്വൽസ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഇവിടെ എല്ലാ മതത്തെയും ഒരേ പെയിന്റ് കൊണ്ട് സെയിം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇവരുടെ മതം, അതായത് നിരീശ്വര മതം, അല്ലെങ്കിൽ ഇവർ എക്സ് മുസ്ലിംസ് എന്ന് വിളിക്കുമ്പോൾ അവർ ഓഫ് കോഴ്സ് ദി റെഫർ ടു ദെം ആസ് ആ ഒരു റിലീജിയന്റെ വെളിയിറങ്ങി വന്ന ആൾക്കാർ. അതായത് അവർക്ക് ആ ഒരു ഇതിൽ പ്രമാണമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രമാണത്തെ അവർ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് വെളിയിറങ്ങി വന്നിട്ട് ഇവർ ഇവിടെ കാണിക്കുന്നത് വെറും മിനിമൽ നോളജ് കൊണ്ട്. ഇതിനകത്ത് എക്സ് മുസ്ലിംസിനെ മാത്രം പറയാൻ പറ്റത്തില്ല, എനിക്കറിയില്ല ഇഫ് ഇറ്റ് ഇസ് ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ഇവിടെ കുറച്ച് എക്സ് ക്രിസ്ത്യൻസ് ഉണ്ട്. എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാരണവും ഇല്ലാതെ എന്തോ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞ് ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ ചോറ് കഴിച്ചപ്പോൾ അതിനകത്ത് കല്ലുണ്ടായിരുന്നു അതുകൊണ്ട് ആ ദൈവം ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരാ. അതായത് യാതൊരു വിധമായ ഇന്റലക്ച്വൽ റിഗറോ ഒന്നും കൂടാതെ ഏത്തീസ്റ്റുകളായി കഴിഞ്ഞ ആൾക്കാരാ. ഇവരും കിടന്ന് ഇതുപോലെ തന്നെ ഫോൾസ് അജണ്ട. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇവർക്ക് രണ്ട് മുദ്രകളാണ് ഇവർ കുത്തുന്നത്. ഫസ്റ്റ് ഇസ് സംഘി എന്നുള്ള മുദ്ര. സംഘികളും ഞാനുമായിട്ട് എന്താ റിലേഷൻ, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് എന്താ റിലേഷൻ പോലും എനിക്കറിയത്തില്ല. നമ്മളിവിടെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് സംഘിന്റെ വ്യൂ, കാര്യങ്ങളൊക്കെ. അതവിടെ കിടക്കാതെ, അത് വേറൊരു സ്റ്റോറി. രണ്ടാമത്തെ ഒരു ഇതാണ് ടെററിസം. ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. പ്രശസ്തനായ ഒരു സിവിൽ സർവന്റ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കേരളത്തിൽ ഒരു സിവിൽ സർവന്റ്. അദ്ദേഹം തുടങ്ങുന്ന ഇങ്ങനെ, ക്രിസ്ത്യാനിറ്റി ഒരു ടെറർ റിലീജിയൻ ആണ്. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഒരു ടെററിസ്റ്റ് റിലീജിയനാ, അതുകൊണ്ടാണ് ക്രിസ്ത്യൻസിനെ 1-ാം സെഞ്ചുറിയിൽ അവര് 2-ാം സെഞ്ചുറിയിലും അവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചത്, ടെററിസ്റ്റ് റിലീജിയൻ ആയതുകൊണ്ട്. ഈ ടെറർ എന്ന വാക്കുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ടെററിസ്റ്റിന്റെ ഡെഫിനേഷൻ എന്താണെന്ന്, മിനിമം ഡെഫിനേഷൻ എന്താണെങ്കിലും പഠിച്ചിരിക്കണം. ഇവിടെ ഏത് ക്രിസ്ത്യാനിയാ അരയിൽ ബോംബും വെച്ചുകൊണ്ട് വേറെ ഒരു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഓഫ് വർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ കയറി തന്നെ ബ്ലോ അപ്പ് ചെയ്യുന്നത്? ഇതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ എക്സ് ക്രിസ്ത്യൻസ് ആയ ചില ആൾക്കാർ, എക്സ് മുസ്ലിംസ് ആയ ആൾക്കാർ ന്യൂസിലാൻഡിലെ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് എടുത്ത് പറയും. ഒരു മാന്യനായ പക്ഷെ അധികം ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത, അധികം ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു നിരീശ്വരവാദി ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഒരു റൂമിൽ. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കണ്ട്, അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന് അനിൽ ബ്രദറിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. ഈ പറഞ്ഞ ന്യൂസിലാൻഡിലെ ആള് എന്താണ്, പുള്ളിയുടെ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ എന്താണില്ല, ഇതൊന്നും പറഞ്ഞാൽ പോലും ഇവർ പിന്നെ ഇത് തന്നെ പറയുന്നു. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു ടെറർ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും
ഒരു പർട്ടിക്കുലർ സമൂഹത്തെ യുനോ കൊല്ലാൻ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ഒരിക്കലും പ്രേരിപ്പിക്കുന്ന ഒരു മതമല്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ക്രിസ്ത്യൻസ് ചെയ്തിട്ടില്ലെന്നല്ല നമ്മൾ പറയുന്നത്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ പല ഇൻസിഡൻസ് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻ ദ ബൈബിൾ, അതായത് ബൈബിളിനുള്ളിൽ, ന്യൂ ടെസ്റ്റ്മെന്റിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെന്റ് ഉള്ളിൽ ഞങ്ങളൊരു ടെറർ റിലീജിയൻ ആണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ റിലീജിയൻ വിട്ടിട്ട് പോവാം. സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വാക്യം ഇല്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഈ എക്സ് ക്രിസ്ത്യൻസും എക്സ് മുസ്ലിമും ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഈ മണ്ടത്തരം പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എക്സ് ക്രിസ്ത്യൻസ് ആയത്. ഇതൊന്നും വായിക്കാതെയും പഠിക്കാതെയും ഏതോ ഒരു പൊട്ട യൂട്യൂബ് വീഡിയോ കേട്ടകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡൗട്ടുകളും കൺഫ്യൂഷനും ഉണ്ടായി. നിങ്ങൾ പിന്നെ ഒരു ബാഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾ അത് വിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പം നിങ്ങൾ യൂട്യൂബിലും ക്ലബ് ഹൗസിലും നിങ്ങൾ വലിയ വിമർശകരായിട്ടിരിക്കുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. നിങ്ങള് ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുക. ഇവിടെ ഒരു പർട്ടിക്കുലർ റിലീജിയനെ നമ്മൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐഡിയോളജിയെ നമ്മൾ വിമർശിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് വാക്യങ്ങളും അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സോഴ്സസും കോട്ട് ചെയ്താണ് വിമർശനം ഇവിടെ നടത്തുന്നത്. നിങ്ങൾ ഇവിടെ പറയുമ്പം അവിടെ അത് നടന്നു, ഇവിടെ ഇത് നടന്നു, അവിടെ ഒരു ക്രിസ്ത്യാനി കല്ലെടുത്തെറിഞ്ഞു, ഇവിടെ ഒരു ക്രിസ്ത്യാനി ബോൾ എടുത്തെറിഞ്ഞു, അതുകൊണ്ട് നിങ്ങളെല്ലാം ടെററിസ്റ്റുകളാണ്. അതൊരു ന്യായമാണ്. നിങ്ങൾ പ്രൂവ് ചെയ്യേ ഒരു പർട്ടിക്കുലർ ക്രിസ്ത്യൻ വിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ, അതായത് ക്രിസ്ത്യൻ ഡിനോമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ യേശു ദൈവമാണെന്നും ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നും ഈ കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് വിശ്വസിക്കുന്ന ഒറ്റ ഡിനോമിനേഷനെ, ലോകത്ത് ഒറ്റ ഡിനോമിനേഷൻ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുക ഈ ടെററിസ്റ്റ് സോർട്ട് ഓഫ് ആക്ടിവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പറയാം, എവിടെ ഇരുന്ന് പറയാം? നിങ്ങൾക്ക് കേരളത്തിൽ ഇരുന്ന് പറയാം. നിങ്ങൾക്കിത് പറയാം, എവിടെ ഇരുന്ന് പറയാം? വെസ്റ്റേൺ ക്രിസ്ത്യൻ കൺട്രീസിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇത് പറയാം. അവിടെ നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. നിങ്ങള് ഈ പറയുന്ന പോലെ മറ്റേ റിലീജിയന്റെ കൺട്രിയിൽ ചെന്നിട്ട് അവരുടെ റിലീജിയൻ ഒന്ന് വിമർശിച്ച് നോക്കിക്കേ. ഒരിക്കലും പിന്നെ നിങ്ങൾ യു വിൽ നോട്ട് സീ ഡേ ലൈറ്റ്. ഒരിക്കലും നിങ്ങൾ പിന്നെ എവിടാന്ന് പോലും എത്രയോ കേസുകൾക്ക് നമുക്ക് പോയിന്റ് ചെയ്ത് കഴിയാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാം. ഇവിടെ ഒരു ക്രിസ്ത്യാനി നിങ്ങൾക്കെതിരെ വാളുമായിട്ട് വരാൻ പോകുന്നില്ല. വെസ്റ്റേൺ ക്രിസ്ത്യൻ കൺട്രീസിലോ ഏതൊരു ക്രിസ്ത്യൻ കൺട്രിയിലോ നിങ്ങൾക്ക് ഇരുന്ന് ഇത് പറയാം. കാരണം നിങ്ങൾക്കെതിരെ യാതൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റിലീജിയനെ വിമർശിച്ചോ, പഠിച്ചിട്ട് വിമർശിക്കുക. ആശയങ്ങളെ വിമർശിച്ചോ, പഠിച്ചിട്ട് വിമർശിക്കുക. പിന്നെ ചാപ്പ കുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ എന്താണ് ഈ ചാപ്പയുടെ അർത്ഥം എന്നൊന്ന് പഠിക്കുക. അതെങ്കിലും ടെററിസം എന്താണെന്ന് പഠിക്കുക. ഇതുപോലും അറിയാതെ ഇവർക്ക് ബൈബിളിനെ കുറിച്ചും അറിയത്തില്ല, അവർക്ക് ഖുറാനെ കുറിച്ചും അറിയത്തില്ല, അവർക്ക് ലോകവിവരവും ഇല്ല, പൊളിറ്റിക്കൽ എന്താ നടക്കുന്നത് അറിയില്ല, അവർക്ക് ഈ ചില വാക്കുകളുടെ ഡെഫിനിഷൻ പോലും അറിയത്തില്ല. എല്ലാവർക്കും ക്രിട്ടിക്സ് ആകണം, എല്ലാവർക്കും വിമർശകരാകണം. ഇതൊരു സത്യം പറഞ്ഞ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ സ്പേസിനെ തന്നെ നിങ്ങൾ എന്താ പറയുന്നത് അലങ്കോലപ്പെടുത്തുവാണ്. നിങ്ങൾ അതിനെ എന്താ പറയുന്നത് ഗാർബേജ് ആക്കുകയാണ് നിങ്ങളുടെ ഇത്ര ടോക്സ് കൊണ്ട്, നിങ്ങളുടെ ഇത്ര ഇതുകൊണ്ട്. കൃത്യമായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ഫോൾസ് ഫേസിനെ തീർച്ചയായിട്ടും ഇറ്റ് വുഡ് ബി ഡിസ്ട്രോയിഡ്. വി വിൽ ഡിസ്ട്രോയ് ദാറ്റ് ഫോൾസ് ഫേസ്. അതായത് ആ ഫോൾസ് നിങ്ങൾ ആ ഫോൾസ് ഡെമോക്രാറ്റിക് ലിബറൽ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ടും അതിനെ എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ആശിഷ് ബ്രദറെ. ഏബൻ ബ്രദർ. കേൾക്കാം ഞാൻ പറയുന്നത്? ഹലോ, ബ്രദർ. കേൾക്കാം ബ്രദർ, സംസാരിച്ചു. എനിക്ക് അനിലജാനോടൊരു ചോദ്യമാണ്, ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലൊരു ചോദ്യമാണ് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. അതായത് ഈ ഒരു കാര്യം, അതായത് ഏത്യസ്റ്റുമായിട്ട് കൂടി നിൽക്കുന്ന ഈ എമു, അത് ശരിക്കുമുള്ളതാണോ എന്നുള്ളൊരു സംശയം ഇപ്പം നമ്മൾ ജനിപ്പിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ അനിലജാൻ പറഞ്ഞൊരു കാര്യം, ഹദീസുകൾക്കകത്ത് ഈവൻ മുഹമ്മദ് നബിയെ പോലും തെറി പറയുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർക്ക് നിൽക്കാനുള്ള ഒരു രീതി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള രീതികളിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അത് ഇവരുടെ ഇസ്ലാം കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയുക, ഇതെല്ലാം എനിക്ക് കാണുമ്പോൾ ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ എമു എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് എന്നുള്ള പേരിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കാണുമ്പോൾ ചാടി വീണ് അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ പറയുക,
ആ ഒരു പ്രവണത കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് അതേ നിലപാടാണ്, ആ ഹദീസുകൾക്കകത്ത് പറഞ്ഞ അതേ നിലപാടാണെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിലപാട് ഇവരെ എടുക്കുന്നത്? ഇവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഖുറാനോ ഹദീസോ അനുസരിച്ച് ഇവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ല കേൾക്കാവോ? കേൾക്കാം ബ്രദറെ. അല്ല, അവരത് ദീനിന് വേണ്ടി ചെയ്യുന്നതാണ് ബ്രദറെ. ദീനിന് വേണ്ടി ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. അപ്പൊ അവർക്ക് അതിനകത്ത് മനസ്സിലായോ? പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ട്. ഹൂറികളെ കിട്ടും അപ്പൊ ബ്രദറെ, അവരുടെ ആ വിശ്വാസം അനുസരിച്ച്. ഓക്കെ, ഹൂറികൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മദ്യപ്പഴം ഹൂറി ഈ ഏത്തിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ ആക്രമിക്കുക, മറ്റുള്ളവരെ അവര് ഈ ശരിക്കും ഇസ്ലാം എന്നുള്ള പറഞ്ഞാൽ നിലയിൽ വന്നു കഴിഞ്ഞാൽ ബ്രദറെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിമായി വന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ വന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അത് മാത്രമല്ല, ഞാൻ വിഷയാവതരത്തിൽ പറയുകയും ചെയ്തു, ഒരു മുസ്ലിമായി നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, അതിന് ആര് വില കൊടുക്കും ബ്രദറെ? ഒരാളും വില കൊടുക്കുകയില്ല. പക്ഷെ അവര് ഇസ്ലാം അല്ല, ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ് എന്നുള്ള നിലയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമേജിനകത്ത് നിന്നുകൊണ്ട് നമ്മളെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുകയും ചെയ്യുമ്പോൾ ആൾക്കാർ അതിന് വില കൊടുക്കും. അപ്പൊ ഇതെല്ലാം ദീനിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്യം എന്ന് പറയുന്നത് ദീനിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏതും ചെയ്യാനുള്ള അതല്ല, ഇപ്പൊ മുഹമ്മദിന് കൗബിനുള്ള അഷ്റഫിനെ കൊല്ലുന്നത് എന്തിനായിരുന്നു? ദീനിന് വേണ്ടിയിട്ടാണ്. കാരണം മുഹമ്മദിന്റെ വെല്ലുവിളി അയാൾ ഏറ്റെടുക്കുകയും കവിതകൾ രചിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അയാളെ കൊല്ലണം. അയാളെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു? മുഹമ്മദിനെ തന്നെ തള്ളി പറഞ്ഞു. അപ്പൊ ഇത് അവരുടെ പ്രമാണത്തിനകത്തുള്ളതാണ്. ഇത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ നന്നായിട്ട് ഹദീസൊക്കെ ശരിക്കും പഠിച്ചവർക്ക് അറിയാം ഇങ്ങനെ ഒരു വകുപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അവർ ആ ലെവലിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യും. നിങ്ങൾക്ക് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് നാണക്കേടാണോ, ബുദ്ധിമുട്ടാണോ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, എന്നാൽ നിങ്ങൾ അത് ചെയ്യണ്ട. പകരം ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്തോ എന്നുള്ള നിലയിൽ. എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറെ പേരൊക്കെ ആ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ സാപ്പിയൻസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ആ ഏത്തിസ്റ്റ് ഗ്രൂപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്പം കൂടെ വാല്യൂ കൊടുത്തിരുന്നു. ഇച്ചിരി ഒരു ഏത്തിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ഞാൻ ആദ്യം കണ്ടിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങനത്തെ ഒരു പ്രവണത കണ്ടപ്പോൾ ഇപ്പൊ ഈ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അതിന്റെ കാരണം ഇപ്പൊ വ്യക്തമായി, താഴെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വ്യക്തമായി. ഇങ്ങനെ ഒരു പ്രവണത ഇവരുടെ ഇടയിൽ നിന്ന് വന്നതിന്റെ റീസൺ ഇപ്പൊ വ്യക്തമായി. അനലജ, താങ്ക്സ്. ഞാൻ അതും ജസ്റ്റ് പറയാൻ വേണ്ടി വന്നു. എബിൻ ഓക്കെ. ബ്രദറെ, ഇപ്പൊ സാപ്പിയൻസ് ഓഫ് കേരള ആകട്ടെ, അതെല്ലാം തന്നെ ഈ സുറുമി, ഈ പറഞ്ഞ ഷെറിനെ പോലുള്ള ഒരു ഹൈജാക്ക് ചെയ്തിരിക്കുക. ഇവരെ സത്യം പറഞ്ഞാൽ അറിയുന്നില്ലെന്നുള്ളതാണ്. ഇവരെ വെച്ച് അവർ കളിക്കുക. ഈ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പിള്ളേർ എന്താ ക്രൗഡ് കൂട്ടുന്നെങ്കിലും പിള്ളേർക്ക് പ്രായം വളരെ കുറവാണ്. പിള്ളേർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ട്രിഗർ ചെയ്യുന്ന തലക്കെട്ടിട്ടാണ് ഇവരാളെ കൂട്ടുന്നത്. യേശു ക്രിസ്തുവിന്റെ തന്തയാരെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഇട്ട് ആളെ കൂട്ടുന്നത്. അപ്പൊ ഈ ആളെ കൂട്ടുന്നതിന്റെ പിറകിൽ കളിക്കുന്നത് ഇവരാണ്. ഇവരെ വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ ആക്ഷേപിച്ചവരുടെ പ്രാർത്ഥനയൊക്കെ ആക്ഷേപിച്ചിട്ടുള്ള പ്രോഗ്രാം നടത്തി. അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചതും ഈ പറഞ്ഞ പോലെ ഷെറിനെ പോലുള്ളവരാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പിള്ളേരെ അറിയാതെ അവർ വിചാരിക്കുന്നത് പറഞ്ഞാൽ അവർ നിരീശ്വരവാദികളായതുകൊണ്ട് മറ്റെല്ലാ മതക്കാരെയും കുറ്റം പറയാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന എന്റെ ചേച്ചി ഭയങ്കര എന്തോ ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേർ അവരുടെ കൂടെ കൂടുന്നു. പക്ഷെ അവർക്ക് ഹിഡൻ അജണ്ട ഉള്ളെന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും നമ്മൾ നേരത്തെ അത് എന്താ പറയുക, ചെറുതായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലായെങ്കിൽ ഇപ്പോ വളരെ ഭംഗിയായിട്ട് മനസ്സിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നു. അപ്പൊ അതുപോലെ തന്നെ സാപ്പിയൻസ് എന്ന് പറയുന്ന റൂമുണ്ട്, സാപ്പിയൻസ് ഓഫ് കേരള. ഇതിനകത്തെല്ലാം തന്നെ ഈ മുഹമ്മൂടി അണിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിരീശ്വരവാദികൾ എന്നുള്ള വേചേന ക്രിസ്ത്യൻ പേരുകളിൽ വരുന്ന നിരീശ്വരവാദികളിലും ഈ പറഞ്ഞ പോലെ എമുക്കൾ പലരുണ്ടെന്നുള്ളതും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സഹോദരങ്ങൾ കുറച്ച് പേർ കൂടെ സംസാരിച്ചിട്ട് ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്യാവുന്നതായിരിക്കും. ഒരു കാര്യമുണ്ട്, 6 മണി മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ചർച്ച. എമുക്കൾ ജിഹാദികളേക്കാൾ അപകടകാരികൾ എന്നാണ് നമ്മൾ ടൈറ്റിലിട്ട് സംസാരിക്കുന്നത്. അനിൽ ബ്രദറും അതുപോലെ തന്നെ സഹോദരങ്ങൾ എല്ലാവരും അത് വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ജിഹാദികൾ അവസാനം കടന്നുകൂടിയ മറ്റൊരു മണ്ഡലമാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ കടന്നുകൂടി അവർ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന രഹസ്യ അജണ്ടകളാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വീണ്ടും ചർച്ച തുടരുകയാണ്. ഗിബോർ ബ്രദർ സംസാരിച്ചിട്ടില്ല. ബ്രദറിന് സംസാരിക്കാം. എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ നമ്മുടെ ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജയ്സ് ബ്രദർ പറഞ്ഞതിന് ശേഷം അബ്ബാസ് ബ്രദർ സംസാരിക്കും. ഈ 80-20 വിഷയങ്ങളൊക്കെ വന്ന സമയങ്ങളിലും ഇവരുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതായത്
ഇവരൊക്കെ ഈ അടുത്ത സമയങ്ങളിലാണ് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നവരൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ജോലി തേടി കുടുംബമായിട്ടൊക്കെ കഴിയുന്നവരൊക്കെ ആയിരിക്കും ഒരുവിധപ്പെട്ട എല്ലാവരും. ഇവര് പഠിച്ച സമയങ്ങളിലെല്ലാവരും ഇവര് സർക്കാരിന്റെ ആനുകൂല്യം പറ്റി അല്ലെങ്കിൽ കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സംവരണാനുകൂല്യങ്ങളൊക്കെ പറ്റി പഠിച്ചവരൊക്കെ തന്നെയാണ്. അന്ന് ഇവർക്ക് കിട്ടിയിരുന്ന ലേബൽ മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നിന്നുകൊണ്ടാണ് അവർ ഈ സംവരണങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിയത്. അപ്പൊ ഈ മുസ്ലിം എന്ന ലേബലിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ച് ഈ ജോലിയെ നേടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞപ്പോൾ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുത്തലുണ്ടാവുമല്ലോ, ആ ഒരു കുത്തല് ആക്ച്വലി ഇപ്പോഴും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഒന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ഇവരുടെ ഒരു ബന്ധുക്കളൊക്കെ എല്ലാം തന്നെ കൂടുതലും ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി നിൽക്കുന്നതും ശക്തരായ വിശ്വാസികളും തന്നെയാണ്. അപ്പൊ ആക്ച്വലി നമ്മളിപ്പം ഈ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവരിലൂടെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയെ വിമർശിക്കുന്ന ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സ്വത്വബോധം ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുക. അത് ഇവരറിയാതെ തന്നെ പുറത്തിങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നീലക്കുറുക്കൻ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നിലാവ് കണ്ടു കഴിഞ്ഞാൽ പൂവും ഓലി ഇട്ടു പോകും എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ സംവരണാനുകൂല്യങ്ങൾ ഇസ്ലാം മതത്തിന്റെ പേരിൽ പറ്റുകയും നമ്മൾ അതിനെ വിമർശിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു ഇസ്ലാം എന്നുള്ളൊരു സ്വത്വബോധം പുറത്ത് ചാടുന്നതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും തന്നെ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര്. അപ്പൊ ഇവരെ കുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് തന്നെയാണ് തോന്നുന്നത്. കാരണം അവരുടെ ബന്ധുക്കളല്ലേ നമ്മൾ ഈ അവരുടെ വിശ്വാസത്തല്ലേ നമ്മൾ ഈ ആശയപരമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഹലോ, കേൾക്കാം പറയൂ. ഓക്കെ. അപ്പൊ ഈ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളും ആക്ച്വലി ഇന്ത്യക്കാർ തന്നെയല്ലേ? അവരും ഇന്ത്യയിൽ ജീവിക്കുന്നവരും ഇന്ത്യയിലെ ഭരണഘടനയുടെ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ അവരും ഇന്ത്യൻ പൗരന്മാരായിട്ട് ജീവിക്കും, അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, കാരണം അവർക്ക് കൊടുക്കുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ സംഖ്യകളെന്ന് വിളിക്കണമെങ്കിൽ നമ്മളുടെ ആശയവും അവരുടെ ആശയവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അവരുടെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ് താനും. നമ്മുടെ വിശ്വാസം നമ്മൾ ക്രൈസ്തവതയിൽ ഊന്നിക്കൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളുടെ ആശയങ്ങളെ നമ്മൾ പങ്കുവെക്കുന്നു. അപ്പൊ നമ്മളുടെ ആശയമാണോ ഈ സംഘപരിവാർ ഇവര് ഈ ആരോപിക്കുന്ന ഈ സംഘപരിവാർക്കുള്ളത്? ഒരിക്കലുമല്ല. നമ്മളുടെ ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആശയം മുൻപോട്ട് കൊണ്ടുവയ്ക്കുന്നവരാണ് സംഘപരിവാറുകാർ. അതിൽ തന്നെ ഈ ഹൈന്ദവരാണ് തന്നെ കൂടുതലും. അതിൽ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി തന്നെ അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തന്നെയുണ്ട് അതിനുള്ളിൽ തന്നെ. പിന്നെ എന്ത് ലേബലാണ് ഇവര് നമ്മളെ കൊണ്ടുവന്നത് ഈ സംഘികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ചാപ്പ കുത്തുന്നത്? ഒരിക്കൽ പോലും സംഘികൾക്ക് നമ്മളുടെ വിശ്വാസവുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല. അതുപോലെ തന്നെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നമുക്ക് യാതൊരുവിധ ഒത്തുതീർപ്പുകളും ഇല്ല. പിന്നെ എന്തിന്റെ ബേസിലാണ് ഇവർ നമ്മളെ കൊണ്ടുവന്ന് സംഘികൾ എന്ന് പറയുന്ന ഒരു ലേബലിൽ ചാപ്പ കുത്തുന്നത്? ആക്ച്വലി ഇവരുടെ ഉള്ളിലുള്ള ആ ഇസ്ലാം എന്നുള്ള സ്വത്വബോധം ഇതേവരെ എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും നമ്മളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വേണം ഒന്ന് ബാലൻസിങ് ചെയ്യാനായിട്ട്. ഞങ്ങൾ പണ്ട് വിശ്വസിച്ചതും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ എപ്പോഴും വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിനെക്കാട്ടും വലിയ മെച്ചമൊന്നും അല്ലടാവേ നിങ്ങളുടെ എന്ന് പറയാനായിട്ടും ഈ ഒരു ബാലൻസിങ്ങിന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും കൊണ്ടുവന്നിട്ട് ഓരോരോ പേരുകളിട്ട് വിളിക്കുക, ആക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ചേർന്ന് ക്ലബ്ബുകൾ റൂമുകൾ തുടങ്ങി ആക്ഷേപിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആശയ പാപ്പരത്വം തന്നെ തെളിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തന്നെ ലിയാഖത്തിൽ വീണ്ടും പറയുന്നത് ഞങ്ങൾ ഇനി എക്സ് ക്രിസ്ത്യൻസിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ മീൻസ് ആശയപരമായിട്ടുള്ള സംവാദത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് മുമ്പോട്ട് വന്നേ. ഞങ്ങൾ എത്ര റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്രേ സെൽസ് എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഈ നിരീശ്വരവാദവുമായിട്ട് ബന്ധപ്പെട്ട സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ ആധികാരികമായിട്ട് ചർച്ച ചെയ്തിട്ടോ. അവിടെ നമ്മൾ ഇവരാരെയും കണ്ടില്ലല്ലോ. അപ്പോ ആശയദാരിദ്ര്യത്തിന് ഉണ്ടാകുന്ന ഒരു അപകർഷതാബോധമാണ് ഇത്തരം ചാപ്പകുത്തലുകൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. താങ്ക് യു ബ്രദർ. അജീഷ് ബദറെ ചെയ്തോളൂ, ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. സത്യ ബ്രദർ ഓക്കെ, എനിക്ക് ജയ്സ് ബ്രദർ പറഞ്ഞതിൽ കുറച്ച് ആഡ് ചെയ്യാനാണ് ഉള്ളത്. ഈ ലിയാഖത്തിന്റെ പല ഗ്രൂപ്പുകളിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ എക്സ് മുസ്ലിംസിന്റെ ഇടയിൽ ഒരു കൾട്ട് ലീഡർ ആയിട്ട് മാറാനുള്ള ശ്രമമാണ് ലിയാഖത്ത് ചെയ്യുന്നത്. ഒരു കൾട്ട് ലീഡർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര ആ ഒരു രീതിയിലാണ് ആളുടെ പെരുമാറ്റം. ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു 2 ആഴ്ച മുന്നേ ഞാനൊരു ഗ്രൂപ്പിൽ ഇതുപോലെ കയറി. എക്സ് മുസ്ലിംസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു സ്മാർത്ഥ വിചാരണയാണ് അവിടെ നടക്കുന്നത്. മനോജ് ജോൺ വൈറ്റ് എന്ന് പറയുന്ന ഒരു യുക്തിവാദിനെ മറ്റുള്ള ഈ എക്സ് മുസ്ലിംസും അതുപോലെ മെയിനായിട്ട് ലിയാഖത്ത് അലിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വിചാരണ നടക്കുകയാണ്. അയാളെ വിചാരണ നടത്തി കുറ്റം വിധിക്കുന്ന ഒരു ഗ്രൂപ്പ്. 350 പേരുണ്ട് അതിനെ കൈയടിക്കാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ലിയാഖത്തിന്റെ ഒരു എന്താ പറയാ, ലിയാഖത്തിന്റെ ഒരു പ്ലാൻ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ലിയാഖത്ത് ഈ എക്സ് മുസ്ലിംസ് അല്ല ഈ മുസ്ലിംസിനെ ഇങ്ങനെ
ഇട്ട് അടിക്കുന്നത് പോലെ ക്രിസ്ത്യൻസിനെ അടിക്കാൻ വന്നാല് ആശയപരമായിട്ട് തന്നെ നല്ല ബേസ് ഉള്ളതാണ് ക്രിസ്ത്യാനിറ്റി. ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്കുള്ള മറുപടി കൃത്യസമയത്ത് തന്നെ തരാൻ കഴിവുള്ളവരാണ് ഞങ്ങള്. പിന്നെ മറ്റൊരു ബ്രദർ ഇവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ലിയാഖത്തും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ ഉത്തരം ഖുറാനിൽ 6 സ്ഥലത്തുണ്ട്. 6 ആയത്തുകൾ ഇതേപോലെ തക്കിയ ചെയ്യാനായിട്ട് ഖുറാനിലുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു റെഫറൻസ് വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. അൽ ഇമ്രാൻ അധ്യായം അൽ ഇമ്രാൻ 26-ാമത്തെ വാക്യം, അതുപോലെ 40-ന്റെ 28, 18-ന്റെ 9, പിന്നെ അൽ നഹലിന്റെ 106, 12-ന്റെ 4, പിന്നെന്താ അധ്യായത്തിന് ക്വാസസിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങള് ഇതേപോലെ തക്കിയ പല സന്ദർഭങ്ങളിൽ തക്കിയ ചെയ്ത് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇത് തന്നെയാണ് ഈ ലിയാക്കത്തും അതുപോലെ മറ്റുള്ള എല്ലാവരും അല്ല, പല എക്സ് മുസ്ലിംസും ചെയ്യുന്നത്. ഈ വാക്യങ്ങൾ അനുസരിച്ച് അവര് ഇസ്ലാമിനെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇത് ഞാൻ അനിൽകുമാർ ബ്രദർ പറഞ്ഞ പോലെയാ, നമ്മള് ഈ സൈക്കോളജിക്കൽ അല്ല, അറ്റാക്ക് ഹലോ, മനസ്സിലാക്കണം. കേൾക്കുന്നു? പറഞ്ഞു കേക്കാവോ? ലിജോ ഹലോ, ബ്രദർ നെറ്റ്വർക്ക് അല്ല, അത് കഴിഞ്ഞ് കുഴപ്പമുണ്ട്. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം, പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ കോലായിലൊക്കെ ഇരിക്കുന്നവർ വളരെ ഈ കമ്മ്യൂണിസ്റ്റ് ബേസിലാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ദിവസം ഇവർ ഈ ഹിന്ദുക്കളെ ഭയങ്കരമായിട്ട് അവർക്ക് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു അങ്ങനെ നമ്മളൊരു ഫോബിയൊക്കെ ആയിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന പോലെ ഇത് ക്രിസ്ത്യാനിറ്റി ഹിന്ദുക്കളെയൊക്കെ ന്യായീകരിക്കാൻ വരുന്നൊരു മനുഷ്യനാണ്, അങ്ങനെ ഇങ്ങനെയാ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മളെ മുദ്ര കുത്തി വിട്ടു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണമായിട്ട് അവരൊരു സെക്യുലറോ അല്ലെങ്കിൽ ഒരു എത്തിസ്റ്റോ അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഒരു ഐഡന്റിറ്റി തന്നെ നിന്ന് പെരുമാറുന്നത്. അതാണ് പ്രശ്നം. അത് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഡോമിനേഷൻ എല്ലായിടത്തും ഉണ്ട്. പിന്നെ മുമ്പേ ഒരു ആശറോ എന്നാ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ള സമൂഹങ്ങളിലെ യുക്തികൾക്ക് പോലും നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ശാസ്ത്രവിരുദ്ധതയോ അല്ലെങ്കിൽ മധ്യകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേംബ്രിഡ്ജോ ഓക്സ്ഫോർഡോ അതിൻ്റെയൊക്കെ സംഭാവനകൾ പോലും ക്രിസ്ത്യാനിയായിരുന്നു. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഇപ്പൊ അച്ചടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്കൃത സ്കൂൾ ആയിക്കോട്ടെ, ഇപ്പൊ ചാവറാച്ചൻ തുടങ്ങിയ അപ്പം സെക്യുലർ മൂവ്മെന്റോ അല്ലെങ്കിൽ റാഷണലിസമോ ഒക്കെ പ്രോത്സാഹിപ്പിച്ച ക്രിസ്ത്യാനിറ്റിയുടെ പങ്ക് വലുതാണ്. അപ്പം അതിനെയെല്ലാം തകർത്തു വിടുന്ന ഒരു സമഗ്രമായ ആധിപത്യത്തിൽ ഊന്നിയ ഒരു പ്രത്യയശാസ്ത്രം വന്നു കഴിയുമ്പോഴത്തേനും അത് മതം വേറെ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്തിസ്റ്റിന് പോലും നിലനിൽപ്പില്ല. അപ്പോൾ ഇവിടുത്തെ മിക്കവാറും ആയിട്ടുള്ള എത്തിസ്റ്റുകളോ അല്ലെങ്കിൽ റാഷനിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവരെല്ലാം ഒരു ലെഫ്റ്റ് ഐഡിയോളജി ആയിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോലും ഭാവിയിൽ എന്ത് പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇവർക്ക് അറിയത്തില്ല. ലെഫ്റ്റ് മിക്കവാറും പല രാജ്യങ്ങളിലും ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാ. ഇസ്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കും. അവസാനം അവന്റെ കഴുത്ത് തന്നെ ആദ്യം വെട്ടിക്കഴിയുമ്പോഴത്തേനും ചോദിക്കാനും ആരുമില്ല. അവസാനം ഇവർ തിരിച്ചറിയുള്ളൂ ഈ സമഗ്രാധിപത്യമായിട്ടുള്ള ഇതിനെയൊക്കെ പ്രതിരോധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ. അപ്പം ഇത് മിക്കവർക്കും അറിയത്തില്ല. ഇതിപ്പോ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഇതിപ്പോ ഞാൻ മറ്റേ ക്രിസ്ത്യാനിറ്റി ഇപ്പൊ ഇങ്ങനെ ഈ ബോധവൽക്കരണമൊക്കെ ആയിട്ട് വരുന്നതല്ല, പക്ഷെ ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു. ഇതിപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിന്റെ ഒരു സമയം വൈകിയെന്ന് തോന്നുന്നു. ഇനിയിപ്പം അറിയത്തില്ല. എന്നാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇല്ല ലിജോ ബ്രദറെ, വൈകിട്ടില്ല. അതെ, ഇല്ല സഹോദരൻ. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം, സമയം കുറവായതുകൊണ്ടാണ്. എബ്രഹാം ബ്രദർ. ഞാൻ അനിൽകുമാർ ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ സൈക്കോളജിക്കൽ അറ്റാക്കാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ലെവലിൽ നോക്കിയാൽ ഫസ്റ്റ് നമ്മുടെ ബൈബിളിലെ ചുമ്മാ വേർസസ് എടുത്തുകൊണ്ട് വരും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. പിന്നെ ഇല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഡമ്മിൽ തന്നെ ഇരിക്കുന്ന ടെക്സ്റ്റുവൽ ക്രിറ്റിസിസമിനെ മിസ്റെപ്രസെന്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. അതിലും ഫെയിൽ ആയി കഴിഞ്ഞ് ഇപ്പം വരുന്ന ഈ സൈക്കോളജിക്കൽ ഇതില്ല എന്ന് പറഞ്ഞാൽ ലേബിളിങ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ ഇല്ലെങ്കിൽ റേസിസ്റ്റ്, എന്താണ് നമ്മുടെ ഒരു ആഡോഹമിനം അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ ഒരു നാണപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഗ്യുമെന്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, നമ്മുടെ വ്യക്തിത്വത്തിനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ നോക്കി കണ്ടോണ്ട് ചെയ്യണം. പിന്നെ ഇപ്പൊ നമ്മൾ ദാറ്റ്സ് ഗുഡ് ക്രിസംഗി എന്ന് പറയുമ്പോൾ നമ്മൾ വി ചേഞ്ച് ദ മീനിങ്, റൈറ്റ്? വാട്ട് യു മീൻ ബൈ ക്രിസംഗി?
ക്രിസ്ത്യൻ സംഘത്തിലുള്ളത്. അതുപോലെ ഇതൊരു ഞാൻ സ്ട്രെച്ച് ആയിട്ട് പറയുക എക്സാമ്പിൾ, ബട്ട് ഇറ്റ് മേ നോട്ട് കം. നമ്മൾ BJP കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് BJP എന്ന് പറഞ്ഞാൽ ബിലവഡ് ജീസസ് പാർട്ടി, ചുമ്മാ പറഞ്ഞത്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സൈക്കോളജിക്കൽ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈക്കോളജിനെ ഇന്റലക്ച്വൽ ഇതിനെ നമ്മൾ മിക്സ് ചെയ്യല്ല. മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന്. സൈക്കോളജിക്കൽ പറയുന്നത് സൈക്കോളജിക്കലി തന്നെ നമ്മൾ എടുത്തു കളയണം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഇന്റലക്ച്വൽ ഡിബേറ്റിലേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ പറഞ്ഞ പോലെ എല്ലാവരും ഇന്റലക്ച്വൽ പോയിന്റ്സേ പറയുന്നുള്ളൂ. ചുമ്മാ സൈക്കോളജിക്കൽ ചുമ്മാ ഒന്നും പറയുന്നൊന്നുമില്ല. എല്ലാവരും ഒത്തിരി വർഷങ്ങളെല്ലാം പഠിച്ച് ആയിട്ട് പോയിന്റ്സ് ക്ലിയർ ആയിട്ട് വെച്ചിട്ട് നല്ല റാഷണൽ ആർഗ്യുമെന്റ്സാണ് കൊണ്ടുവരുന്നത്. അതിനൊന്നും ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു എഫക്റ്റായത് സൈക്കോളജിക്കൽ ഇങ്ങനെ നമ്മളെ ലേബിൾ ചെയ്തിട്ട് ഒരു നാണപ്പെടുത്തുന്ന ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞ പോലെ മുസ്ലിമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വാല്യൂ വരത്തില്ല. ഫ്രീ തിങ്കറിന്റെ ലേബിൾ വെച്ച് പറഞ്ഞ ഭയങ്കര ഇത്, എക്സ് മുസ്ലിമിന്റെ പേര് വെച്ചാൽ ഒരു ബ്രാൻഡ് വാല്യൂ കിട്ടും. സോ അതിന് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, അതിന് നമ്മൾ ചെയ്തിട്ട് സൈക്കോളജിനെ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റലക്ച്വൽ ഡിബേറ്റ്സിൽ പോകണം. പിന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ സൈക്കോളജിക്കൽ ഡിബേറ്റ്സ് ഇങ്ങനത്തെ സൈക്കോളജിക്കൽ ലേബിളിങ്ങിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. അതിനെ നമ്മൾ ഡോണ്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രതിരോധം ചെയ്യുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട, മനസ്സിലാക്കി അക്കോർഡിംഗ്ലി റെസ്പോണ്ട് ചെയ്യുക. ദാറ്റ് വുഡ് ബി ബെറ്റർ ഇൻ ലോങ് ടേം. താങ്ക് യു. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ? ജോൺ ഓക്കെ. ബ്രദർ ഒരു മിനിറ്റ് ഞാൻ വീണ്ടും ഒന്ന് പറയുവാണ്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അത് നാളെ സമയം തന്നില്ലെന്ന് പറയാതിരിക്കാനായിട്ടാണ്. നമുക്ക് ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ മെസ്സേജ് ചെയ്താൽ മേളിൽ കൊണ്ടിരുന്നതാണ്. ദയവ് ചെയ്ത് അഭിപ്രായ വ്യത്യാസമുള്ളവർ മെസ്സേജ് ചെയ്യുക, നമുക്ക് ഞങ്ങള് സംസാരിക്കാം. അഭിപ്രായം നമ്മുടെ ഉള്ളവരെ സ്വാതന്ത്ര്യം. അല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്, അഭിപ്രായ വ്യത്യാസമുള്ളവരെയാണ് ക്ഷണിക്കുന്നത്. അത്രത്തോളം സ്വാതന്ത്ര്യം ഞങ്ങൾ തരികയാണ്. ഒരു ഗ്രൂപ്പിലും അങ്ങനെ തരത്തില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരുമായിട്ട് സംസാരിക്കാൻ താല്പര്യം, പക്ഷെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവരുമായിട്ടാണ് സംസാരിക്കാൻ താല്പര്യം. അതുകൊണ്ട് അങ്ങനെയുള്ളവര് ബാക്ക് ചാനലിൽ ജയ്സ് ബ്രദറിന് മെസ്സേജ് വിടുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഓക്കെ, അടുത്ത ആളാരാണ്? ജോൺ ബ്രദർ, ജോൺ ഓക്കെ. ജോൺ ബ്രദർ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തോട്ടെ. ഞാൻ ഈ ക്ലബ് ഹൗസ് തുടക്കം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിരുന്ന ചാനൽ എമുക്കളുടെ ചാനലാണ്. അതായത് നിരീശ്വരവാദികളുടെ ചാനലുകളാണ്, അവരുടെ റൂമുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് ലിയാഖത്ത് അലി, ആരിഫ് ഹുസൈൻ, അതുപോലെ ജബ്ബാർ മാഷ്, ഷെറിൻ, ജാമിദ ടീച്ചർ വരുന്ന റൂമുകളിലൊക്കെ സ്ഥിരമായിട്ട് ഞാൻ വന്നിരുന്നു. ഇവർക്ക് ആദ്യം ഇവരുടെ റൂമുകളിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു, ഒരു 1000+ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ റൂമുകളിൽ ആൾക്കാരുടെ വിസിറ്റിംഗ് ആൾക്കാർ കുറഞ്ഞു വരാൻ തുടങ്ങി. അത് ഞാൻ ബിഗിനിങ് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് വേണ്ടത് ഒരു റീച്ചാണ്. ഇപ്പൊ ഇവൻ മനോജ് വൈറ്റ്, ജോൺ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടത് റീച്ചാണ്. അവിടെ അവർക്ക് കൂടുതൽ ആൾക്കാർ അവർ ശ്രദ്ധിക്കണം, കൂടുതൽ ആൾക്കാർക്ക് വീഡിയോ എത്തിക്കണം, കൂടുതൽ എന്താ പറയാ, കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യണം യൂട്യൂബിലും കാര്യങ്ങളും. അതൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ എല്ലാ ആൾക്കാരും കേട്ടു, കുറെ ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവർ അടുത്ത ഒരു സ്റ്റെപ്പ് പിടിച്ചാണ് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ മേലേക്ക് കയറിയതാണ്. അപ്പൊ ഇവിടേക്ക് പക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അവഗ്രഹമില്ല, അവർ കൂടുതൽ പഠിച്ചിട്ടില്ല ബൈബിളിനെ കുറിച്ച്. അപ്പൊ അവർ പഠിപ്പിച്ചിട്ട് അതിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ കുറേ കൂടി ആൾക്കാരെ കിട്ടും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് നമ്മുടെ മെക്കഡിക്ക് ഇപ്പോൾ വരുന്നത്. പക്ഷെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർ വന്ന റിലിജിയൻ ഇസ്ലാമാണ്. അത് അവരുടെ എപ്പോഴും അവരുടെ മനസ്സിൽ അവരോട് ഒരു ചാവി എപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തോ? ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു ജോൺ ബ്രദർ. നമ്മൾ ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഹാൻഡ് റൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അടുത്ത ബൈജു ബ്രദറാണ്. ബൈജു ബ്രദർ. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ താലിബാനും ബൈജു ബ്രദർ ആയിട്ടുള്ള ഒരു മിനിറ്റ് ഹാൻഡ് റൈസ് ചെയ്ത് കയറി വന്ന് സംസാരിച്ച സഹോദരങ്ങൾക്ക് കഴിവതും നിങ്ങൾ സ്പീക്കേഴ്സിലേക്ക് തന്നെ അല്ല ഓഡിയൻസിലേക്ക് മടങ്ങി പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ബാക്കിയുള്ള സഹോദരന്മാർക്കൂടെ കയറി വരാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, സംസാരിച്ചോളൂ ബൈജു. ഓക്കെ, ഞാൻ ഈ താലിബാനുമായിട്ടുള്ള യുദ്ധമുണ്ടായ സമയത്ത് ഈ ആരിഫ് ഹുസൈന്റെ ഒരു കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സും മറ്റു കാര്യങ്ങളും വായിക്കുമ്പോൾ കേരളത്തിൽ താലിബാൻ സപ്പോർട്ടേഴ്സ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് കുറച്ചൊരു മയത്തിലായിരുന്നു ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു മയവും ഇല്ലാതെ, അതായത് 90% മുസ്ലിം വിഭാഗത്തിലുള്ളവരും താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രിറ്റിക്സ് കൂട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ
ഈ പാലാ ബിഷപ്പ് ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തെളിവുകൾ വേണമായിരുന്നു. അപ്പൊ ഈ താലിബാൻ സപ്പോർട്ടേഴ്സ് കേരളത്തിൽ കൂടുതലാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് കോർട്ടിന്റെ വിധി വേണ്ടായിരുന്നു, പോലീസ് കേസുകൾ വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം, ഇവിടെ 90% താലിബാൻ സപ്പോർട്ടേഴ്സ് ആണ്. പക്ഷേ നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സെബാസ്റ്റ്യൻ ബ്രദറുമായിട്ട് തർക്കത്തിന് വന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ ഈ രണ്ട് രീതിയിലുള്ളതായ മനോഭാവം. അപ്പൊ ഈ പഞ്ചാബിൽ പോലീസ് നാർക്കോട്ടിക് ജിഹാദിന് കേസെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രതി അത് പറഞ്ഞു എന്നുള്ളത് തെളിവുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് അതൊന്നും സ്വീകാര്യമല്ല. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമതൊരു കാര്യമുള്ളത്, സംഘികൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് സംഘികളെ വിമർശിക്കാം, യൂറോപ്പിൽ ഇരുന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ വിമർശിക്കാം. പക്ഷെ ഇവരുടെ രാജ്യത്ത് ഇത് നടക്കുമോ? എന്നിട്ടാണ് ഇവര് വലിയ സ്വാതന്ത്ര്യം പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ബ്രദറെ, ക്ലിയർ ആണ്. അടുത്ത അരുൺ ബ്രദർ. അതൊരിക്കലും അതിലൊരു കാര്യമുണ്ട് ബ്രദറെ. ഈ അവരുടെ രാജ്യങ്ങളിൽ കടന്നു ചെന്നിട്ട്, ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ രാജ്യങ്ങളിൽ കടന്നു ചെന്നിട്ട് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കുകയാണ്. ആർക്ക്? അത്രയും നാളും അവര് അഭയാർത്ഥികളെങ്കിൽ അഭയാർത്ഥികളായിട്ട് കിടന്ന് അത്രയും നാളും സംരക്ഷിച്ച് ആ രാജ്യത്തിനെ അവരെന്താക്കി തീർക്കുകയാണ്, അവരവിടെ പ്രതിരോധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് ഈ എമുക്കളും ചെയ്യുന്നത്. കാരണം എമുക്കൾക്കും ആ പ്രതിരോധം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേന് ഈ എമുഡാപ്പികൾ എന്ത് ചെയ്യും? ഉടനെ ചാടി ഇറങ്ങി ഉടനെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ. ഇത് സ്ഥിരം ഒരു ഇടപാടാണ്. ആന്റണി ബ്രദറാണ് അടുത്ത. ആന്റണി ബ്രദർ. ഓക്കെ, താങ്ക് യു. ഞാൻ എന്റെ ഒന്ന് രണ്ടൊരു അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക്. ഞാൻ ഈ പല ഗ്രൂപ്പുകളിലും ഞാൻ കടന്നുകൂടി പോയായിരുന്നു കുറച്ച് സമയങ്ങളിൽ. ഈ മുസ്ലിമിനെ കുറിച്ചും ഈ എമുക്കളെ കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതലും നടക്കുന്നത് ഈ ഒരു ദിവസങ്ങളിൽ. ഇത് എന്റെ ഒരു ചെറിയ നിരീക്ഷണമാണ്, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ ക്ലബ് ഹൗസിലെ എന്താ പറയാ, ഈ കടന്നുകൂടിയിരിക്കുന്നവര് ജോബിന്റെ പുസ്തകത്തില് ദൈവദാസന്മാരുടെ മീറ്റിംഗിൽ കൂടിയ ഈ പിശാചിന്റെ റോളുണ്ട് അതിനകത്ത്. കാരണം ഇവര് ചിലര് കുറെ പേര് മുസ്ലിം ആണെങ്കിലും യഥാർത്ഥ പിന്നെ വ്യക്തികളും ആ ഗ്രൂപ്പിലുണ്ട്. കാരണം അവര് പേര് മാറ്റിയിട്ട് എന്താ പറയാ, പല രൂപത്തിലും പല ഭാവത്തിലും ഓരോ ഗ്രൂപ്പിൽ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് നമ്മൾ, അതായത് ഇപ്പൊ ഈ ഇടതുവശത്തിലും വലതുവശത്തിലും നമ്മൾ പറയുന്നത് പോലെ പല രീതിയിൽ കടന്നുകൂടിയിട്ട് ആധിപത്യം പുലർത്തുന്നത് പോലെ തന്നെ ക്ലബ് ഹൗസിലും വലിയൊരു ആധിപത്യം പുലർത്തുന്നുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും കടന്നുകൂടിയിട്ട്. തെറ്റിദ്ധരിക്കരുതും, എല്ലാവരും ഇത് മുസ്ലിം ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുതും, എല്ലാവരും ഈ നിരീശ്വരവാദികളാണെന്നും തെറ്റിദ്ധരിക്കരുതും. ഇതിന് കടന്നുകൂടിയ, ഞാൻ ഉദാഹരണം പറയാം. റോസൻ എന്ന് പറഞ്ഞൊരു പേര് വെച്ചുകൊണ്ട് ഞാനായിരുന്ന ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു വന്നു. ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന വ്യക്തി, അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തനിമ പുറത്തു വരികയായിരുന്നു. ഇതുപോലെ ഈ എന്തോ എസ്എഫ്ഐയുടെ ഒരു പാർട്ടിയുടെ ലെവലിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അവസാനം അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുറത്തു വന്നു. ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ കടന്നു വരുന്നതും വിശ്വാസത്തിന്റെ പേരിൽ കടന്നു വരുന്നതും നിരീശ്വരത്തിന്റെ പേരിൽ കടന്നു വരുന്നതും അവർക്കറിയാം ഏത് ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കണമെന്ന്. ഇത് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഇല്ല എങ്കിൽ പാത്രം അറിഞ്ഞ് ഭക്ഷണം വിളമ്പാൻ പറ്റാത്തത് പോലെ ആയിരിക്കും നമ്മള്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പുകളിൽ എല്ലാവരും ഈ മോഡറേറ്ററായിട്ടിരിക്കുന്നവരും ഈ ഗ്രൂപ്പുകളിൽ ഈ ആശയങ്ങളും ചർച്ചകളും പങ്കുവെക്കാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ടോ? പങ്കുവെച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അടുത്തൊരു സൊല്യൂഷൻ പറയുന്നില്ല. എന്ത് ചെയ്യണം? ഇപ്പൊ ഇതിനകത്ത് തന്നെ 225ഓളം വ്യക്തികൾ ഈ ഗ്രൂപ്പിലുണ്ട്. ഒരുപാട് വ്യക്തികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നവര് കേട്ടിട്ട് കടന്നുപോയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ വരും തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം, ഇതിനെ ചേർത്ത് നിൽക്കാനുള്ള സാധ്യതകളേത്. ഞാൻ 2-3 ഗ്രൂപ്പിൽ ശക്തമായി പറഞ്ഞു, ഇനി നമുക്ക് ഈ എന്താ പറയാ, ഇടതുവശവും വലതുവശവും നമ്മളെ കൈവിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പരസ്യമായിട്ട് കൈവിട്ടപ്പോൾ ഇനി നമുക്ക് വേണ്ടതൊരു ശക്തമായ പ്രതിപക്ഷമാണ്. ഞാൻ പറഞ്ഞു ഏത് പാർട്ടിയാണെന്നുള്ളതല്ല ഇവിടെ. ഞാൻ ഒരു പാർട്ടിയെ കുറിച്ചും ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തെക്കാളും എക്കാലവും കേരളത്തെ, ഇന്ത്യയെ നയിക്കുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷമാണ്. ഭരണപക്ഷത്തെ നല്ല രീതിയിൽ ഭരിക്കാൻ പ്രതിപക്ഷം സ്ട്രോങ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. അവർ കാണിക്കുന്ന അഴിമതിക്ക് ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു പ്രതിപക്ഷം രൂപപ്പെടണം. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ജനത്തിനൊരു ബോധവൽക്കരണം കൊടുക്കണം.
ഇല്ല എങ്കിൽ ജനം ഈ ചർച്ചകൾ ചെയ്യും, ചർച്ചകൾ ചെയ്തിട്ട് കടന്നു പോകും. എന്റെ ഒരു എളിയൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം. ചർച്ച ഈ 2-3 മിനിറ്റ് നിർത്തിയാണ്, 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഇവിടെ പങ്കുവെക്കുമ്പോഴത്തേന് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നും കൂടെ ഒരു 1/2 മിനിറ്റ് എങ്കിലും പറഞ്ഞു പോയാണെങ്കിൽ അതിൽ കേൾക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടെന്ന് എന്റെ ഒരു എളിയ അഭിപ്രായമാണ്. സമയം തന്നതിന് ഒത്തിരി താങ്ക് യു. താങ്ക് യു ബ്രദറെ, താങ്ക് യു ആന്റണി അല്ല, ബ്രദർ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പറയാം, ഞാൻ പറഞ്ഞതിൽ ഇല്ല കേട്ടോ. ഇല്ല, എന്തെങ്കിലും എനിക്കതേ അഭിപ്രായമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അനിൽ ബ്രദർ ഞാൻ പറഞ്ഞതിൽ പിന്നെ അനിൽ ബ്രദറെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടെങ്കിൽ പറയാം. ആശയങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ് ബ്രദറെ. നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ജനത്തിന്. അത് അനിൽ ബ്രദറിനെ പോലുള്ളവർ പറയണം. നമ്മളത് ചെയ്യുന്നുണ്ട്. ആന്റണി ചായ, അനിൽ ബ്രദർ സംസാരിച്ചു. അല്ല ഇപ്പൊ ചർച്ച നടക്കട്ടെ ബ്രദറെ. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് അടുത്ത ആളിലേക്ക് പോകാം. അഡ്രിയാൻ ബ്രദർ സംസാരിച്ചോളൂ. അഡ്രിയാൻ ബ്രദർ ഹലോ. പറഞ്ഞോളൂ. ആമോ കേൾക്കാം പറഞ്ഞു. ഓക്കെ. ഇന്നലെ അനിൽ ബ്രദറും സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ സാറൊക്കെ പങ്കെടുത്ത ഒരു വലിയ നീണ്ട ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ എമുക്കള് എക്സ് മുസ്ലിമുകള് ഇപ്പൊ ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം തന്നെ അതാണല്ലോ, എമുക്കൾ ജിഹാദികളെക്കാൾ അപകടകാരികൾ. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. അതായത് എമുക്കൾ എന്ന് പറയാം എക്സ് മുസ്ലിമുകളോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം എക്സ് ക്രിസ്ത്യനാവുക എന്നത് ഈസിയാണ്, എക്സ് ഹിന്ദു ആവുക എന്നുള്ളത് ഈസിയാണ്, എക്സ് മുസ്ലിം ആവുക എന്നുള്ളത് ഈസി അല്ല. അത്രയും അപകടം പിടിച്ച മേഖലയിൽ കൂടെ കടന്നു പോകുന്ന അവരെ നമ്മൾ കുറച്ചുകൂടി സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത്. അത് ഒരു കാര്യം. രണ്ട്, നമ്മൾ തീർച്ചയായിട്ടും അവരുടെ സമുദായത്തിനെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ എക്സ് മുസ്ലിം ആയിരുന്നാലും വരും. കാരണം ഞാൻ പറയാണ്, ഇപ്പൊ എനിക്ക് തന്നെ തോന്നിയ ഒരു വികാരം വെച്ചിട്ട് ഞാൻ പറയണേ. ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊക്കെ ഞാൻ പക്ക പുറത്തു വന്ന ആളാണ്. പക്ഷെ എന്നിരിക്കലും വെറുതെ ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ വെറുതെ യേശുവിനെയും അതിനൊക്കെ അങ്ങനെ ആറടിച്ച് കാണിക്കുമ്പോ സത്യം പറഞ്ഞ എന്താ പറയാ, ഒന്ന് തിരിഞ്ഞ് നടക്കാനോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്ന് അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയാനോ തോന്നുന്നുണ്ട്. അതായത് അത് നമ്മളുടെ ജനിപ്പിച്ച അപ്പനെയും അമ്മേനെയും പറയുന്നതിന് തുല്യമായ ഒരു വികാരം. അതെങ്ങനെയാ അറിയാം, ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു വികാരം എങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വികാരം ശരിക്കും ശക്തമായിട്ട്, ഇത്രയധികം ശക്തമായിട്ട് വർക്ക് ചെയ്യേണ്ടത് ശരിക്കും എക്സ് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവരത് പ്രകടിപ്പിക്കുന്നതായിരിക്കാം. ആ ഒരു ആംഗിളിൽ നമുക്ക് അവരെ സമീപിച്ചുകൂടെ, അവരോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിക്കൂടെ, അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടെ. അല്ലാതെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, എല്ലാത്തിനും എന്താ പറയുക, എക്സെപ്ഷൻസ് കേസുകൾ ഉണ്ടല്ലോ. പക്ഷെ ഭൂരിഭാഗം അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ അടച്ചാക്ഷേപിക്കാതെ നമുക്ക് അവർക്കും കൂടി കരുത്തേൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കും കൂടി സാന്ത്വനമേകുന്ന രീതിയിൽ നമുക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് കൂടി സാന്ത്വനമാകുന്ന രീതിയിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളുടെ ഈ എന്താ പറയണേ, ഈ ക്ലബ് ഹൗസ് നീങ്ങേണ്ടതല്ലേ എന്ന് എനിക്കൊരു എന്റെ വിഷയം, എന്റെ ഒരു എന്താ പറയണ ഒരു ഉത്കണ്ഠ അതാണ്. അത് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനിൽകുമാർ പിന്നെ സെബാസ്റ്റ്യൻ മുന്നങ്കലൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം കൂടെ നിന്ന് തിരുത്തേണ്ടതല്ലേ, അല്ലെങ്കിൽ മീൻസ് ഞാൻ ഇതുവരെ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അനിൽ ബ്രദർ സംസാരിച്ചു. ഓക്കെ, ഞാൻ പറയാം ബ്രദർ. ഇവിടെ ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ടീം ഞങ്ങൾക്കെതിരെ വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അവര് മിനിയാന്ന് വന്നു, ഞങ്ങൾ ഇന്ന് റൂം ഇട്ടതല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചില വർഷങ്ങളായിട്ടുള്ളതാണ്. ഇത് ആദ്യമേ ഫേസ്ബുക്കിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഫേസ്ബുക്കില് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെയുള്ള ഈ കേസ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2020-ലാണെന്ന് തോന്നുന്നു, 2020 ആഗസ്റ്റ് മാസത്തില് ആണ് ഒരു കലാപം ഉണ്ടായി ബാംഗ്ലൂര്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഒരു BJP കാരൻ പയ്യനെ, ഇല്ല ഒരു മുസ്ലിം. ഇല്ല ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയില്ല കേട്ടോ, സോറി. ഇല്ല ഓക്കെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞാൻ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് ആളല്ല, പക്ഷെ ജസ്റ്റ് ഇന്നലെ കേട്ട ബ്രദറെ അല്ലെങ്കിൽ ബ്രദർ ഇത് പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, താങ്ക് യു. ബ്രദർ പറഞ്ഞതിന് ഒരു മറുപടി വേണ്ട, പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഈ ബാംഗ്ലൂര് ഒരു BJP കാരൻ പയ്യൻ, അവന്റെ അമ്മാവൻ ഒരു കോൺഗ്രസ് MLA ആണ്. അപ്പൊ ഈ BJP കാരൻ പയ്യനെ ഈ അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ട്ടോ. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം പുള്ളി ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ BJP കാരൻ പയ്യന് മുസ്ലിങ്ങളായിരിക്കുന്ന കുറച്ച് പേര് അവന് ഇതയച്ചു കൊടുത്തു, വാട്സാപ്പിലാണെന്ന് തോന്നുന്നു. അവന് ഈ നരേന്ദ്രമോദി, വളരെ വൈകൃതമായിട്ടുള്ള ചിത്രങ്ങളാണ് നരേന്ദ്രമോദിയൊക്കെ വേറെ ബ്രദറെ അത് വേറെ സംഭവമാണ്. അത് മറ്റേ ഒരു ബ്രദറെ ഖത്തറിലുള്ള ഒരുത്തൻ ഈ കുഞ്ഞു ബ്രദറെ പറയട്ടെ. ലക്ഷദ്വീപ് സാർ ഇടയ്ക്ക് ഓക്കെ. കയറിയാൽ അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുമ്പോ അത് പറയട്ടെ സുഹൃത്ത്. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ ഇത് ചെയ്തു. പക്ഷെ അവൻ കൃത്യമായ റെഫറൻസ് അടക്കം എഴുതിയിട്ടാണ് അവൻ ചെയ്തത്. മുഹമ്മദ് ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് റെഫറൻസ് ചെയ്ത് അവൻ ഫോട്ടോ ആണ് അയച്ചു കൊടുത്തത്. പക്ഷെ ആ ഫോട്ടോയുടെ താഴെ അവൻ കൃത്യമായിട്ട്, അത് കാർട്ടൂൺ ആയത് പറഞ്ഞാൽ അതായത് ആയിഷനെ മുഹമ്മദിന്റെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഇത്, അതിന്റെ താഴെ റെഫറൻസും ഹദീസും അടക്കമാണ് അവൻ തിരിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സാധനം വെച്ചിട്ട് പെട്ടെന്നാണ് ബാംഗ്ലൂരിൽ പെട്ടെന്നൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് 11 ആണെന്നാണ് എന്റെ ഓർമ്മ. ആഗസ്റ്റ് 11, 12 പെട്ടെന്ന് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. പലയിടങ്ങളില് ഇത് നടക്കുകയാണ്. ഈ എന്താണ് കത്തിക്കല്, വണ്ടികൾ കത്തിക്കല്, കുറെ കാറുകൾ കത്തി, കുറെ ബൈക്കുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് പ്രദേശം. ഈ MLA യുടെ വീട് അത് കത്തിച്ചു. MLA യുടെ വീടിനകത്ത് ആക്രമിച്ച് കയറിയിട്ട് പുള്ളി തന്നെ പിന്നീട് അത് പറഞ്ഞു, ഞാൻ ഇതേ മുസ്ലിങ്ങൾക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ മുസ്ലിങ്ങളാണ് എന്നെ ഇതായിട്ട് വന്നത്, ജീവനോടെ കത്തിക്കണം എന്നും പറഞ്ഞിട്ട് വന്നു. പക്ഷെ അതിൽ ഒരു മുസ്ലിം ഇത്തിരി പക്വതയുള്ള ആള് വേണ്ട, ഇദ്ദേഹം അല്ലല്ലോ കുറ്റക്കാരൻ, ഇദ്ദേഹത്തിന്റെ മരുമോനല്ലേ. അപ്പൊ മരുമോൻ ഇയാളും തമ്മിൽ പൊരിഞ്ഞടിയാണ്. കാരണം പുള്ളി കോൺഗ്രസ്സുകാരനും മരുമോൻ BJP കാരനുമാണ്. അപ്പൊ ഈ ഇദ്ദേഹം അല്ലല്ലോ അതിന്റെ ആള് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഇത് അത് ഭയങ്കര, അപ്പൊ തന്നെ നമ്മൾ കലാപം തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളത് അറിയുന്നുണ്ട്, ഇങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെയുള്ള. അപ്പൊ രാത്രി ഞാൻ ഉറങ്ങാതെ പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് അവിടെ ബാംഗ്ലൂരിലുള്ള മലയാളീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ തരുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തി, പെട്ടെന്ന് ഞാൻ ചിന്തിച്ച കേസ് അതൊക്കെയാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നാട്ടുകാർ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ ഇതേപോലെ ഒരു നഗരത്തിന്റെ, ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തിക്കുകയും അവിടെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരത്തക്ക നിലയിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അവര്. ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, ആളുകൾ, ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ ഒരിക്കൽ, അസ്ത്രങ്ങളെല്ലാം റെഡിയാണെന്ന്. അതേ രീതിയിൽ തന്നെ ഇവരെല്ലാം ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ അത് എടുക്കേണ്ടത് ആ സമയത്ത് എടുക്കാൻ റെഡി ആയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്രദേശം, ബാംഗ്ലൂർ നഗരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അവർക്ക് ഇതുപോലെ അഴിഞ്ഞാടാൻ പറ്റിയത്. പക്ഷെ കർണാടക മുഖ്യമന്ത്രി നട്ടിലുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി ഫയറിംഗ് ഓർഡർ കൊടുത്തു, വെടിവെക്കാൻ കൽപ്പിച്ചു, വെടിവെച്ചു, കുറച്ച് മുസ്ലിങ്ങൾ മരിച്ചു, 3 പേരൊക്കെയാന്ന് തോന്നുന്നു മരിച്ചു. അതോടുകൂടി ഇവർക്ക് കാര്യം മനസ്സിലായി, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭരണാധികാരികളെ പോലെയല്ല ഇത് വെടിവെക്കുന്നുള്ള കാര്യം മനസ്സിലായതോടുകൂടി ഇതോടുകൂടി തന്നെ കലാപം തീരുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് രസകരമായ സംഭവം ഉണ്ടാകുന്നത്. എല്ലാവരും ഈ വിഷയത്തില് ഇസ്ലാമിനെതിരെ ഇവരായിട്ട് വടി കൊടുത്ത് അടി വാങ്ങിയ പരിപാടിയാണ്. കാരണം ആ ചെക്കനെ വെറുതെ ഈ മോദിയും, അതായത് ഹിന്ദു ചില ദേവീദേവന്മാരുടെ ഫോട്ടോകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംഗിക ചേഷ്ടതയോടുകൂടെ അവിടെ തല വെട്ടിയിട്ട് മോദിയുടെ തലയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഫോട്ടോസാണ്. അത് ഭയങ്കര വൈകൃതമായിട്ട്. അപ്പൊ അവനെ വെറുതെ അങ്ങ് പ്രകോപിപ്പിച്ചതാണ്. അവൻ തിരിച്ച് ഹദീസിലുള്ള കാര്യമാണ് അവൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ അവിടെ കലാപം ഉണ്ടായി. അപ്പൊ ഇവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് നേരെ ഉയരേണ്ട പേരല്ല. ഇവര് ഈ എക്സ് മുസ്ലിംസ് ആയ ടീംസ് അതിന്റെ പോസ്റ്റർ അവര് ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ഇടാണ്. എന്താണെന്നറിയോ? മതങ്ങളെല്ലാം ഇതാണ്, അതായത് ഈ കത്തിപ്പോയിരിക്കുന്ന ബൈക്കുകളുടെയും കാറുകളുടെയും ഒക്കെ ഫോട്ടോസ് വെച്ചിട്ട് അവർ പറയാണ്, മതങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്, മതങ്ങളെല്ലാം മനുഷ്യന് ദോഷമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ഞാൻ വേറൊരു എക്സ് മുസ്ലിമിന്റെ ഫോട്ടോ നോക്കി, പേജ് നോക്കി, അവന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അവനും ഇട്ടിരിക്കുന്നത് ഇതുപോലെയൊക്കെ തന്നെ, വേറെ ഫോട്ടോ ആണെന്ന് മാത്രം, വാചകങ്ങൾ ഏതാണ്ട് ഇത് തന്നെ. ഇങ്ങനെ ഞാൻ കുറെ എക്സ് മുസ്ലിംസിനെ നോക്കി. ഇവന്മാര് എല്ലാം ചെയ്തിരിക്കുന്നത് മതങ്ങൾ മൊത്തം നാശമാണ്, മതങ്ങൾ മൊത്തം നാശം. പക്ഷെ ആലോചിച്ച് നോക്കണം, അവിടെ കലാപം ഉണ്ടാക്കിയ മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം മതം മാത്രമാണ്.
മറ്റാരുമല്ല, ഹിന്ദുക്കൾ പോലും അവിടെ തിരിച്ചടിക്കുക കലാപം ഉണ്ടാക്കുക ചെയ്തില്ല, എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. MLA അടക്കം വീട്ടിൽ നിന്ന് ഓടിപ്പോവുക ചെയ്തത്. അപ്പൊ കലാപം ഉണ്ടാക്കിയ ആ മതത്തെ പറ്റിയല്ല, അതിനെ ഇവര് എന്ത് ചെയ്യാണ്, മറ്റുള്ള എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ ഒപ്പം ഇതിനെ ആക്കുകയാണ്. മതങ്ങളെല്ലാം ദോഷം. വാസ്തവത്തിൽ ആ സംഭവത്തിന് ശേഷം ഞാൻ എല്ലാ എക്സ് മുസ്ലിംസിനെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തുടങ്ങി. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതിനുശേഷമാണ്, അതിന് മുമ്പേ എനിക്ക് കുറെ സംഭവങ്ങളുണ്ട്, ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര ഗൗരവമായിട്ട് ഞാൻ അത് എടുത്തില്ലായിരുന്നു. അന്ന് ഉറക്കം കളഞ്ഞിട്ട് രാത്രി മുഴുവനും ഞാൻ എന്താണ് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള വിഷയങ്ങൾ അറിയാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അപ്പൊ ഓരോരുത്തരുടെ പ്രൊഫൈൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കണേ, എന്തെങ്കിലും ബാംഗ്ലൂരുള്ള ആളുകൾ എന്തെങ്കിലും പുതിയ ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഓരോരുത്തരുടെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോഴാണ് അവരുടെ സുഹൃത്തുക്കളായിരിക്കുന്ന എക്സ് മുസ്ലിംസ് ഇവരെ ടാഗ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരുടെ പ്രൊഫൈൽ ബാംഗ്ലൂരുള്ള ആളുകളുടെ പ്രൊഫൈലുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇത് വെറുതെ വിട്ടേനെ. വേറെ പല പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ പുറകോട്ട് പോയിട്ട് പല സംഭവങ്ങളും ഞാൻ ഓർത്തെടുത്തിട്ട് ആ സംഭവങ്ങളുടെ സമയത്ത് യുവമാരുടെ പ്രൊഫൈലിൽ എന്താണ് ഇവർ ഇട്ടിരിക്കുന്നത് നോക്കി. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇസ്ലാമിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്, ബായി ആയിട്ട് നിൽക്കും. അതിനുശേഷമാണ് പിന്നെ ഞാൻ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തത്. അപ്പൊ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇത് പലവട്ടം ഞങ്ങളെ, അതായത് ബൈബിളിനെതിരെ വരുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല, ബൈബിളിനെതിരെ. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ അന്ന് നമ്മള് ചിലപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോകും, ചിലപ്പോ എന്തെങ്കിലും മറുപടി പറയും. പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന അതാണ്. ആ സമയത്ത് എന്റെ ഒരു പോസ്റ്റ് വരേണ്ടത് ഇസ്ലാമിനെതിരായിട്ടല്ല, അവർക്കെതിരായിട്ടാണ്. ഇസ്ലാമിനെതിരെ ആ സമയത്ത് ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കരമാണ് വായിക്കുന്നവരുടെ ഉള്ളിൽ. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ എക്സ് മുസ്ലിംസിനെതിരെ ഞാൻ പോസ്റ്റ് ഇടണം, അതിനുവേണ്ടി എന്നെ ചൊറിയാൻ വരികയാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് അത്യന്ത അപകടകാരികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ മിണ്ടാൻ പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു ലെവൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട. അവരെന്തായാലും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ പോയി ചൊറിഞ്ഞൊരു പ്രശ്നമായിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കേണ്ട എന്റെ ടൈമും എന്റെ ഊർജ്ജവും ഞാൻ യുവമാർക്കെതിരെ സംസാരിക്കാൻ ചെലവാക്കണ്ടെന്ന് വെച്ചിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞു വിട്ടതാണ്. പക്ഷെ ലിയാഖത്ത് അലി ഇപ്പോ ഒരു കാര്യവുമില്ലാതെ ഞങ്ങളെ കയറി വന്ന് ചൊറിയായിരുന്നു ചെയ്തത്. അപ്പൊ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോ അത് വേണ്ട, ഇവരെ എക്സ്പോസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇവരുടെ അജണ്ട എന്താണെന്നുള്ളത് പൊതുസമൂഹം അറിയുക തന്നെ വേണം. അതിനുവേണ്ടി കുറെ സമയം ഇവർക്ക് വേണ്ടി ചെലവഴിച്ചാലും പ്രശ്നമല്ല, ഊർജ്ജവും സമയവും ഒക്കെ ഞങ്ങൾ ചെലവഴിക്കാൻ തയ്യാറുമാണ്. അവരോടൊന്നും ഒരു സോഫ്റ്റ് കോർണറും ഇല്ല, അതിന്റെ ആവശ്യമില്ല, അവരത് അർഹിക്കുന്നുമില്ല. ഈ എക്സ് മുസ്ലിം ആവുന്നത് വലിയ കാര്യമാണെന്നുള്ളതൊക്കെ തോന്നുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ഏതൊരുത്തനും അവന്റെ മതം വിടണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവന്റെ കുടുംബത്തിനകത്തുനിന്ന്, അവന്റെ ബന്ധുക്കാരിൽ നിന്ന്, അവന്റെ സമൂഹത്തിൽ നിന്നൊക്കെ അവൻ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എല്ലാവരും. കാരണം ഞാനും ഒരിക്കൽ ഇത് വിട്ടതാണ്, ഞാനും അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നും ഇല്ല. ഇപ്പൊ ഗൾഫിൽ അങ്ങനെ വെച്ചിട്ടാണ് ഒരു മതം ഉപേക്ഷിച്ചെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് എമിറേറ്റ്സ് ഏതെങ്കിലും പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശിലോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. ഈ കേരളത്തിന്റെ അകത്ത് അവരത് വിടുന്നെന്ന് പറഞ്ഞതിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. മറ്റുള്ളവർ വിടുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് കാരണം ഇവര് ഉള്ളിന്റെ ഉള്ളില് ഇന്റലക്ച്വലി ഇവര് ഓണസ്റ്റ് അല്ല, ഇവര് സത്യസന്ധരല്ല, അവര് ഇരട്ടത്താപ്പുകാരാണ്. അവർക്ക് അവരുടെ കാര്യം പറയാൻ അവർക്ക് തെളിവൊന്നും ആവശ്യമില്ല. പക്ഷെ മറ്റുള്ളവരുടെ കേസിലേക്ക് വരുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് തെളിവാണ്. ഇവര് ഈ ഇസ്ലാമിന് RSSകാരെ നമ്മൾ നല്ല വ്യക്തികളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും വ്യക്തികളെല്ലാം നോക്കേണ്ടത് ഐഡിയോളജികളെ നോക്കണം എന്ന് പറയും. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇവിടുത്തെ മുസ്ലിങ്ങൾ കുഴപ്പമില്ല, അവർ നല്ലവരല്ലേ, അവരെന്ത് വിളിച്ചു എന്ന് ചോദിക്കും. അപ്പൊ അവിടെ ഐഡിയോളജി അല്ല, വ്യക്തികളെയാണ് നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരട്ടത്താപ്പായിട്ട് നടക്കുന്ന ടീമാണ്. അവരെ എക്സ്പോസ് ചെയ്ത് പൊതുസമൂഹം, കേരളീയ പൊതുസമൂഹം അവരെ ശരിക്കും മനസ്സിലാക്കണം ഇവരെങ്ങനെയുള്ളവരാണ് എന്നുള്ളത്. അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുന്നത്. നാളെ ഈ തുവ്വൂർ കിണറിന്റെ 100ാം വാർഷികമാണ്. തുവ്വൂർ കിണറിൽ ഈ മറ്റവരൊക്കെ ചെയ്ത കൊലപാതകം ഉണ്ടല്ലോ, തുവ്വൂറിലെ ആ കൂട്ടക്കൊലപാതകം, അതിന്റെ 100ാം വാർഷികമാണ് നാളെ. അപ്പൊ അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാം അതിനെ സംബന്ധിച്ചായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞുള്ള ചില പ്രോഗ്രാമുകളൊക്കെ ഇവരെ എക്സ്പോസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ജിൻസ് ബ്രദർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്ക് യു. ചുരുക്കി പറയണം എനിക്ക് ഒന്നും സമയം. പറയാനില്ല. അനിൽകുമാർ ബ്രദറിന് ഇത്രയും ഊർജം ചെലവഴിച്ച് ഈ ക്രൈസ്തവരെ തമ്മിൽ അല്ലെങ്കിൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും തമ്മിൽ അടുപ്പിക്കുന്നതിനും